ഫ്രണ്ട്സ്, DSSBയുടെ അതായത് ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ്. ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ബി കാറ്റഗറിയിലുള്ള പെർമനൻറ്റ് വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതുപോലെ എക്സ്പീരിയൻസ് ആയുള്ള വേക്കൻസിയും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സാലറിയും അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇതിൻ്റെ A to Z കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി, സാലറി തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ റീസെൻ്റായി ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് റീസെൻ്റായി ചെയ്ത അത് നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ വീഡിയോസ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡേറ്റ് അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ മുകളിൽ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, വിവിധ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 31/7/2025 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വേക്കൻസി നോട്ടീസ് കാണാം. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 18/8, അതായത് ഓഗസ്റ്റ് 18 മുതലാണ് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഇന്നലെ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 16/9/2025, അതായത് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 16/9/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന അതായത് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയുടെ വിവിധ ഓട്ടോണോമസ് ബോഡിയിലേക്കും ലോക്കൽ അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വിവിധ അതിൻ്റെ മറ്റു ഓട്ടോണമസ് സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉള്ള വേക്കൻസികളാണ്, പെർമനൻറ്റ് വേക്കൻസികളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് കാണാം, നെയിം ഓഫ് ദ പോസ്റ്റ് കാണാം, അതുപോലെ നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കാണാം, ഗ്രൂപ്പ് കാണാം, ദെൻ വേക്കൻസീസ് കാണാം. ഇതിൽ ബാക്ക്ലോഗ് വേക്കൻസി ഉൾപ്പെടുത്തിയിട്ട് ബാക്ക്ലോഗ് വേക്കൻസി മുൻപത്തെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ ഫില്ലാത്ത റിസർവ് വേക്കൻസിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലുപാടുള്ള ടോട്ടൽ വേക്കൻസികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്രൂപ്പ് സി, ബി അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ഗ്രൂപ്പുകൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പോസ്റ്റ് കോഡ് നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, ഏത് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ പോസ്റ്റ് കോഡ് നോക്കി വെക്കുക. എന്നാൽ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കാൻ എളുപ്പമായിരിക്കും. സിലബസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, അതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലർക്കാണ് ഫസ്റ്റ്, നിങ്ങൾക്ക് ഇവിടെ കാണാം 11 വേക്കൻസി. ദെൻ അസിസ്റ്റൻറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് 78 വേക്കൻസി. അപ്പോൾ നിങ്ങളുടെ ജനറൽ OBC SC ST EWS അങ്ങനെ വേക്കൻസി നോക്കട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും അപ്ലൈ ചെയ്യുന്ന OBC കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ കിട്ടുമോ, SC STക്ക് റിസർവേഷൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ മറ്റു ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസർവ് വേക്കൻസി കാര്യങ്ങളൊക്കെ കൂടെ നോക്കി വെക്കാം. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം കൂടെ റീഡ് ചെയ്താൽ ഒരുപാട് വേക്കൻസി ഉണ്ടായിട്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് റിസർവ് വേക്കൻസിയിൽ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇനി അടുത്ത് 21/2025 മെയ്സിനാണ് നിങ്ങൾക്ക് ഇതാ 58 വേക്കൻസി ഉണ്ട്. ദെൻ പോസ്റ്റ് കോഡ് ഞാൻ റീഡ് ചെയ്യുന്നില്ല, പോസ്റ്റ് നെയിം മാത്രമേ വായിക്കുന്നുള്ളൂ. ഇനി അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഓഫീസറാണ് 2 വേക്കൻസി ഉണ്ട്. ദെൻ ജൂനിയർ ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രിക് നിങ്ങൾക്ക് 6 വേക്കൻസി ഉണ്ട്. ഇതൊക്കെ ഗ്രൂപ്പ് സി പോസ്റ്റാണ്. ഇനി ഗ്രൂപ്പ് ബി ടെക്നിക്കൽ സൂപ്പർവൈസർ റേഡിയോളജിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 9 വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയായിരിക്കും പോസ്റ്റിംഗ് എന്നുള്ളത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എന്നുള്ളത് ഇവിടെ ഈ ഒരു കോളത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് ടെക്നിക്കൽ സൂപ്പർവൈസർ റേഡിയോളജി, അത് നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് അടുത്തത് ബെയിലിഫാണ്. ഇതിലേക്ക് 14 വേക്കൻസി ഉണ്ട്, ഗ്രൂപ്പ് സി ആണ്. അടുത്തത് നിങ്ങൾക്ക് നൈബ് തഹസിൽദാർ ആണ്, 1 വേക്കൻസിയാണ്, ഗ്രൂപ്പ് ബി പോസ്റ്റാണിത്. അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ നിങ്ങൾക്ക് 9 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രൂപ്പ് ബി ആണ്, 7 വേക്കൻസി ഉണ്ട്. ദെൻ അടുത്തത് പ്രോഗ്രാമർ ഗ്രൂപ്പ് ബി പോസ്റ്റാണ്, 2 വേക്കൻസി ഉണ്ട്. ദെൻ സർവേയർ ഗ്രൂപ്പ് സി പോസ്റ്റാണ്, 19 വേക്കൻസി ഉണ്ട് കേട്ടോ. അതൊക്കെ പെർമനൻറ്റ് വേക്കൻസിയാണ്. ദെൻ അടുത്തത് കൺസർവേഷൻ അസിസ്റ്റൻ്റ് ആണ്, ഗ്രൂപ്പ് ബി പോസ്റ്റാണ്, 1 വേക്കൻസിയാണ്. ദെൻ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻ്റ് ആണ്, ഇതിലേക്ക് ബി പോസ്റ്റാണ്, 93 വേക്കൻസി ഉണ്ട്. സ്റ്റെനോഗ്രാഫർ ഉണ്ട്, ഗ്രൂപ്പ് സി പോസ്റ്റാണ്, 1 വേക്കൻസി. അസിസ്റ്റൻറ്റ് ലൈബ്രറിയൻ ഗ്രൂപ്പ് സി, 1 വേക്കൻസി. ദെൻ ജൂനിയർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ സി 1 വേക്കൻസിയാണ്. ദെൻ ചീഫ് അക്കൗണ്ടൻറ്റ് 1 വേക്കൻസിയാണ്. അതുപോലെ അസിസ്റ്റൻറ്റ് എഡിറ്റർ 1 വേക്കൻസിയാണ്. ദെൻ സബ് എഡിറ്റർ 1 വേക്കൻസിയാണ്. ദെൻ ഹെഡ് ലൈബ്രറിയൻ 1 വേക്കൻസിയാണ്. ദെൻ കെയർ ടേക്കർ 114 വേക്കൻസിയാണ്. ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, 10ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് ഇതിൽ അടുത്തത് ഫോറസ്റ്റ് ഗാർഡിൻ്റെ 52 വേക്കൻസി ഉണ്ട്. അതുപോലെ ട്രെയിനർ ഗ്രാജുവേറ്റ് ടീച്ചറാണ്, ഇത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടാണ്, ഗ്രൂപ്പ് ബി പോസ്റ്റാണ്, 32 വേക്കൻസിയാണ്. ദെൻ മ്യൂസിക് ടീച്ചർ നിങ്ങൾക്ക് കാണാം 3 വേക്കൻസി ഉണ്ട്, ഗ്രൂപ്പ് ബി ആണ്. ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്, ഗ്രൂപ്പ് ബി പോസ്റ്റാണ്, 50 വേക്കൻസി ഉണ്ട്. ദെൻ നിങ്ങൾക്ക് ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഉണ്ട്, 16 വേക്കൻസി. ദെൻ സീനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് 3 വേക്കൻസി. അക്കൗണ്ടൻറ്റ് 2 വേക്കൻസി. ദെൻ അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പറാണ് 2 വേക്കൻസി. ദെൻ വർക്ക് അസിസ്റ്റൻ്റ് ആണ് 2 വേക്കൻസി. ദെൻ UDC അക്കൗണ്ട്സ് ഓഡിറ്ററാണ് 8 വേക്കൻസി.
ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഹിന്ദി ഒരു വേക്കൻസി, ദെൻ ഫാർമസിസ്റ്റ് നിങ്ങൾക്ക് യുനാനിയാണ് 13 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം നിലവിൽ 615 വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇൻട്രോയിൽ തന്നെ നിങ്ങൾ കണ്ട പോലെ ഇത്രയും വേക്കൻസിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് വേണം. ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ നമ്മുടെ സൂപ്പർ താങ്ക്സ് ബട്ടൺസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. നല്ല ഗെയിമിംഗ് ചാനലുകളൊക്കെ ആണെങ്കിൽ അതിലൊക്കെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടത്. നമ്മളെ പോലെയുള്ള നിങ്ങളിലേക്ക്, അതായത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആളുകളേക്ക് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും പാടെ എന്ത് ചെയ്യും, നിങ്ങളുടെ വീഡിയോസൊക്കെ നമ്മളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമുക്ക് ചെയ്യാനുണ്ടാകുന്ന ഒരു എന്താണ് നമുക്ക് ആ ഒരു മോട്ടീവ് അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം മറ്റു ഡീറ്റെയിൽസിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൻ്റെ വേക്കൻസിയും അതുപോലെ തന്നെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്, ഒന്നും സ്കിപ്പ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നാണ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഡിഗ്രി വിത്ത് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ്, അതായത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ഒന്നെങ്കിൽ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം, അതല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ എക്കണോമിക്സ് ഇതിലേതെങ്കിലും നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതായത് മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ചോണമെന്നില്ല, ജസ്റ്റ് ഒരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചും പാടെ നല്ലതാണെന്നുള്ളതാണ്. അതല്ല മാൻഡറ്ററി അല്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ അത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാത്രം നോക്കിയാൽ മതി. അതുപോലെ ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പേ സ്കെയിലൂടെ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. 18 to 27 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. മാക്സിമം ഏജ് ലിമിറ്റ് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിന് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം ഹയർ അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി, അതായത് +2 ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് +2 പാസ്സായിരിക്കുക. അതല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ കൂടെ തന്നെ +2 മാത്രം പോരാ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, ഈ പറയുന്ന സാനിറ്ററി ഇൻസ്പെക്ടർ ഡിപ്ലോമ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന സാനിറ്ററി ഇൻസ്പെക്ടർ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. +2 മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇതിൻ്റെ പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണാം. അതുപോലെ ഏജ് ലിമിറ്റ് 18 to 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അത് മെയ്സിനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, പേഴ്സൺ ഹാവിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ആണ്. അപ്പോൾ ഈ മെയ്സിനുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് 1 year പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം മെയ്സിനുമായി ബന്ധപ്പെട്ട്. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലിറ്ററേറ്റ് പേഴ്സൺസ്, അതായത് ഈ പറയുന്ന ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ നിങ്ങൾക്ക് റീഡ് ചെയ്യാനൊക്കെ റൈറ്റ് ചെയ്യാനും അറിയുന്ന ആളായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. പ്ലസ് രണ്ടാമത് നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം മെയ്സിനുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ, അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യും വേണം. അതായത് മെയ്സനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്കിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ട്രേഡ് ടെസ്റ്റ് നടത്തും, അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ലിറ്ററേറ്റ് പേഴ്സൺ ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഹിന്ദിയോ അതല്ലെങ്കിൽ ഇംഗ്ലീഷോ സംസാരിക്കാനോ, അതായത് നിങ്ങൾക്ക് വായിക്കാനോ എഴുതാനോ അറിഞ്ഞിരിക്കുക. അതാണ്, സംസാരിക്കാനല്ല, വായിക്കാനോ എഴുതാനോ അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് മെയ്സിനുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകും, അത് നിങ്ങൾ ആ സമയത്ത് ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി 19,900 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 63,200 സ്കെയിൽ. 20 to 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിന് അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസറാണ് അടുത്ത പോസ്റ്റ്. ഇതിൻ്റെ വാക്കൻസി ഒക്കെ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ, അത് റിപ്പീറ്റ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ യോഗ്യത. അതായത് അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ടോട്ടൽ 2 വേക്കൻസിയാണ്. 2ഉം ജനറലാണ്. ജനറൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിലേക്ക് ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട് 18 to 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അടുത്ത ജൂനിയർ ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രിക് ആണ് കേട്ടോ അടുത്ത പോസ്റ്റ്. ഇതിൽ കാണാൻ ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്മാൻഷിപ്പ് വിത്ത് 2 year എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ മറ്റു സോഫ്റ്റ്വെയർ വെച്ച് എഡിറ്റും ചെയ്യുന്നില്ല, കാരണം നമുക്ക് പെട്ടെന്ന് നിങ്ങളേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇവിടെ കാണാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇതിലേക്ക് ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്മാൻഷിപ്പ് മാത്രം പോരാ, 2 year എക്സ്പീരിയൻസ് വേണം. അപ്പോൾ പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട് 18 to 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ അടുത്ത ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ് റേഡിയോളജി. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 year ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ആണ്. അതായത് BSc കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, BSc കഴിഞ്ഞിരിക്കുക. അത് നിങ്ങൾക്ക് റേഡിയോളജിയോ അല്ലെങ്കിൽ റേഡിയോഗ്രഫിയോ ആയിരിക്കണം സ്പെഷ്യലൈസേഷൻ, വിത്ത് 5 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
2 ഇയർ സർട്ടിഫിക്കറ്റ് ഒരു ഡിപ്ലോമ കോഴ്സ് സയൻസുമായി ബന്ധപ്പെട്ട് ഈ റേഡിയോളജി അല്ലെങ്കിൽ റേഡിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 2 വർഷം ഡ്യൂറേഷനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിരിക്കുക പ്ലസ് 6 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ റേഡിയോളജി അല്ലെങ്കിൽ റേഡിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ വെച്ചിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഡിഗ്രി വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. ഡിഗ്രി വിത്ത് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പേ സ്കെയിലൂടെ കാണാം 30 കേട്ടോ മാക്സിമം ഏജ് ലിമിറ്റ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് കാണാം ബേലിഫാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ വിത്ത് ഉറുദു അല്ലെങ്കിൽ ഹിന്ദി ആസ് എ വൺ ഓഫ് ദ സബ്ജക്റ്റ്. നമ്മൾ 10th ലെവലിൽ നമ്മൾ ഹിന്ദിയോ അതല്ലെങ്കിൽ ഹിന്ദി ഇപ്പം നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഹിന്ദി ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഹിന്ദി അല്ലെങ്കിൽ ഉറുദു ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ 10th ലെവലിൽ പഠിച്ചിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് 10ാം ക്ലാസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിലേക്ക് 18 to 56 ഇതിലേക്ക് നമുക്ക് എത്ര വേക്കൻസി ഉണ്ടെന്ന് വെച്ചാൽ 14 വേക്കൻസി ഉണ്ട് ഇതിൽ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് 18 to 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നൈബ് തഹസിൽദാർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാ ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ്. ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക 50% മാർക്കോടുകൂടി ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, ജസ്റ്റ് ഡിഗ്രി മതി കേട്ടോ. ഇനി ഇവിടെ നിന്ന് കാണാം 21 to 30 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. മിനിമം 21 മാക്സിമം 30 വയസ്സിൽ അപ്ലൈ ചെയ്യാം. അടുത്തത് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറാണ്. ഇനി ഇതിൻ്റെ യോഗ്യത CA അല്ലെങ്കിൽ CSI CW ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഇൻ ഫൈനാൻഷ്യൽ കൺട്രോൾ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ MBA ഫൈനാൻസ് സ്പെഷ്യലൈസേഷനോടെ കൂടി പാസ്സായെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് പേ സ്കെയിൽ കാണാം. അതുപോലെ 30 വയസ്സ് കഴിയാൻ പാടില്ല, എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ ജിയോഗ്രഫി, ഈ പറഞ്ഞിരിക്കുന്ന ജിയോഗ്രഫിയിലോ അല്ലെങ്കിൽ സോഷ്യോളജിയിലോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ എക്കണോമിക്സിലോ നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ പറയുന്ന കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ റിലേറ്റിംഗ് സോഷ്യോ എക്കണോമിക്, അതുപോലെ നിങ്ങൾക്കൂടെ കാണാം കേട്ടോ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിസിക്കൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള 2 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് ഡാറ്റ കളക്ഷനും അതിൻ്റെ അനാലിസിസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൽ പേ സ്കെയിലൂടെ കാണാം 30 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പ്രോഗ്രാമറാണ്. പ്രോഗ്രാമറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ PG ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന B ലെവൽ എക്സാമിനേഷൻ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് അക്രഡിറ്റേഷൻ കമ്പ്യൂട്ടർ കോഴ്സ്, അതായത് ഈ പറയുന്ന DOEACC നിങ്ങൾ B ലെവൽ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് ഇതിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ വെച്ച് അപ്ലൈ ചെയ്യാം, ഇനി PG വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ രീതിയിൽ B ലെവൽ എക്സാമിനേഷൻ പാസ്സായിരിക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ എന്ത് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്. അപ്പം പേ സ്കെയിൽ കാണാം 30 വയസ്സ് കഴിയാൻ പാടില്ല. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്, തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ. ഇനി സൂപ്പർവൈസർ അല്ല കേട്ടോ, സർവേയർ ആണ് അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത്. സർവേയറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ കാണാൻ ഡിപ്ലോമ അതല്ലെങ്കിൽ 2 ഇയർ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. 2 ഇയർ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ ITI ആണ്. 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞിരിക്കുക, അതല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് സർവേയുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമയോ അതല്ലെങ്കിൽ സർവേയുമായി ബന്ധപ്പെട്ട ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ പറയുന്ന ഈ സർവേയുമായി ബന്ധപ്പെട്ടുള്ള വർക്കുമായി ബന്ധപ്പെട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 29,200 എന്നൊക്കെയാണ് പേ സ്കെയിൽ കാണാം കേട്ടോ. 18 to 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് കൺസർവേഷൻ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്കുള്ള യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ്. ഈ പറയുന്ന കൺസർവേഷൻ പ്രിസർവേഷൻ ഹെറിറ്റേജ് മാനേജ്മെൻറ്റിൽ കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർക്കിടെക്ചറൽ കൺസർവേഷനിൽ നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇവിടെ കാണാം പേ സ്കെയിൽ കാണാം 30 വയസ്സ് വരെ മാക്സിമം അപ്ലൈ ചെയ്യാം. ഇനി അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഗ്രാജുവേഷൻ ജസ്റ്റ് ഡിഗ്രി മതി കേട്ടോ. ഓക്കെ, ഇതിലേക്ക് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഡിഗ്രി മതി ഏതെങ്കിലും വിഷയത്തിൽ. പക്ഷേ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 125 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് നോർമൽ, എക്സ്പാൻഷനിലേക്ക് വരുമ്പോൾ 85 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റ് ബാധകമല്ല. പിന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടാവും ഈ പറയുന്ന ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 1600 മീറ്റർ എന്താണ് 6 മിനിറ്റും 30 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. അതുപോലെ തന്നെ അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ജമ്പ് ഉണ്ടായിരിക്കും 3 ഫീറ്റ് 6 ഇഞ്ച് ആ ഡിസ്റ്റൻസിലേക്ക് ചാടണം കേട്ടോ. 3 ചാൻസ് ഉണ്ടായിരിക്കും. ലോങ് ജമ്പ് ഉണ്ടായിരിക്കും 13 ഫീറ്റാണ് കേട്ടോ, അതിന് 3 ചാൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 800 മീറ്റർ 4 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. ഹൈ ജമ്പ് 3 ഫീറ്റാണ് ഉണ്ടായിരിക്കുക, 3 ചാൻസ് ഉണ്ടായിരിക്കും. ലോങ് ജമ്പ് 9 ഫീറ്റ് 3 ചാൻസ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഐസൈറ്റ് ഒക്കെ ആണെങ്കിൽ കൂടെ കാണാം
ഡിസ്റ്റൻറ്റ് വിഷൻ ആണെങ്കിൽ 6/6 ബെറ്ററായി, അതുപോലെ വോസ്റ്റ് ഐ ആണെങ്കിൽ 6/12 ആണ് കേട്ടോ. ഓക്കെ, വിത്തൗട്ട് ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വിഷൻ ഉണ്ടായിരിക്കണം. ഒരു കണ്ണിന് 6/6 ഒരു കണ്ണിന് 6/12 അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ഇതിൻ്റെ ഏജ് ലിമിറ്റ് മാക്സിമം 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെനോഗ്രാഫറാണ് അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൂടെ കാണാം സീനിയർ സെക്കൻഡറി ഒരു ഇക്വലൻറ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ജസ്റ്റ് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഉറുദു നിങ്ങളൊരു ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉറുദു നിങ്ങൾ അതിലൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ +2 ലെവലിൽ +2 ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. വിത്ത് നിങ്ങൾക്ക് സ്പീഡ് വേണം 80 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ. സ്റ്റെനോഗ്രാഫി ഇംഗ്ലീഷിൽ സ്പീഡ് വേണം. ട്രാൻസ്ക്രിപ്ഷൻ 50 മിനിറ്റ്സ്. അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഈ 3 കാര്യങ്ങളും മീറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. 18-27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അസിസ്റ്റന്റ് ലൈബ്രറിയൻ ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ സീനിയർ സെക്കൻഡറി, അതായത് ജസ്റ്റ് +2 പാസ്സായിരിക്കുക. വിത്ത് നിങ്ങൾക്ക് ഉറുദു എന്താണ് ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ള കേട്ടോ. +2 ലെവലിൽ നമ്മൾ ഉറുദു ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. +2 മതി ഇതിലേക്ക് യോഗ്യത. പക്ഷേ നമുക്ക് +2 നമ്മൾ ഉറുദു ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം, നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസിലുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. 18-27 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇനി ജൂനിയർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം +2 തന്നെയാണ് യോഗ്യത. പക്ഷേ നമ്മൾ ഈ ഉറുദു എന്താണ് ഒരു ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പ്ലസ് എന്താണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം. MS ഓഫീസുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്തെങ്കിലും ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ പേജ് ഉറുദു എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് ഈ ഉറുദു ടൈപ്പിംഗ് അതുമായി ബന്ധപ്പെട്ട് അതും നിങ്ങൾക്ക് എന്താണ് അതിലുള്ള ഡിപ്ലോമയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി ചീഫ് അക്കൗണ്ടന്റ് ആണ്. ചീഫ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കൊമേഴ്സിലുള്ള ഗ്രാജുവേഷൻ ആണ്. BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ CA അല്ലെങ്കിൽ ICW എൻ്റർ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതിലേക്ക് എക്സ്പീരിയൻസ് വന്നിട്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 30 വയസ്സ് വരെ മാക്സിമം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അസിസ്റ്റന്റ് എഡിറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഉറുദു ഓണേഴ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഉറുദുവിലുള്ള ഗ്രാജുവേഷൻ വേണമെന്നുള്ളതാണ്. പ്ലസ് എന്ത് വേണം, നിങ്ങൾക്ക് ഉറുദു ജേർണലിസം ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമ ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഉറുദു ജേർണലിസത്തിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലെ ഡിപ്ലോമ അല്ലെങ്കിൽ പബ്ലിക് റിലേഷനിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇനി ആ ഡിപ്ലോമക്ക് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് ഉറുദു ജേർണലിസത്തിലോ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ പബ്ലിക് റിലേഷനിലോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗ്രാജുവേറ്റ് ആയിരിക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിലുണ്ടായിരിക്കുക. ഇനി അതും അല്ലെങ്കിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ട് നിങ്ങൾ ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് റിലേഷനിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഗ്രി + PG അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ റൈറ്റിംഗ് റിപ്പോർട്ട് ന്യൂസ് ഇതൊക്കെ ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തുള്ള എക്സ്പീരിയൻസും വേണം കേട്ടോ. ഇനി 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഈ സബ് എഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റും ഏകദേശം സെയിം ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ അസിസ്റ്റന്റ് എഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെയും സബ് എഡിറ്ററിൻ്റെയും ക്വാളിഫിക്കേഷൻ സെയിം ആണ്. അത് നോക്കിയാൽ മതി. എക്സ്പീരിയൻസും സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഏജ് ലിമിറ്റ് മാക്സിമം 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഹെഡ് ലൈബ്രറിയൻ ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി എനി ഡിസിപ്ലിൻ അതിൻ്റെ വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക. പ്ലസ് നമുക്ക് എന്താണ് ഉറുദു ഒരു ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ബാച്ചിലർ ഇൻ ലൈബ്രറി സയൻസും നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അടുത്ത കെയർ ടേക്കർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 6 മന്ത് നിങ്ങൾക്ക് എന്ത് വേണം, കെയർ ടേക്കറുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, 10ാം ക്ലാസ് മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് എന്ത് വേണം, 6 മന്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് 18-27 വയസ്സ് വരെ ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഫോറസ്റ്റ് ഗാർഡ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായാൽ മതി. ഓക്കെ, പക്ഷേ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 163 സെൻറ്റിമീറ്റർ വേണം. ചെസ്റ്റ് നോർമലിൽ 84 സെൻറ്റിമീറ്റർ, എക്സ്പാൻഷനിൽ 5 സെൻറ്റിമീറ്റർ വേണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് 180, ചെസ്റ്റ് 79 സെൻറ്റിമീറ്റർ, നോർമൽ, എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ വേണം കേട്ടോ. ഓക്കെ, ഇവിടെ ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് നിശ്ചയമുള്ള റിലാക്സേഷൻ ഉണ്ട്. മെയിൽ ആണെങ്കിൽ 182 സെൻറ്റിമീറ്റർ മതി ഹൈറ്റ്, ഫീമെയിൽ ആണെങ്കിൽ 140 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി കേട്ടോ. അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ജസ്റ്റ് എന്താണ്, ഈ മെയിൽ ആണെങ്കിൽ 25 കിലോമീറ്റർ നടക്കാണ്ടാവും, ഫീമെയിൽ ആണെങ്കിൽ 16 കിലോമീറ്റർ നടക്കാണ്ടാവും. ഈ പറയുന്ന 4 മണിക്കൂർ ടൈമിൻ്റെ ഉള്ളിൽ കേട്ടോ. അതാണ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അവർക്ക്, അത് ക്വാളിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി. ഇതിലേക്ക് ജസ്റ്റ് +2 വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഏകദേശം 52 വേക്കൻസി ഉണ്ട് കേട്ടോ ഫോറസ്റ്റ് ഗാർഡിൽ. നല്ലൊരു ഓപ്ഷനാണ്.
ദെൻ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറാണ് അടുത്തത്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക, പ്ലസ് അതിൻ്റെ കൂടെ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ BEd ജനറൽ വിത്ത് 1 ഇയർ ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷനോ അതല്ലെങ്കിൽ BEd ജനറൽ വിത്ത് 2 ഇയർ ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ BEd ജനറൽ വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനാണ്. ഡിഗ്രി ഏതായാലും മതി, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന BEd നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഇത് അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം കൂടെ ഞാൻ വായിച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ആദ്യം നിങ്ങൾ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഓക്കെ ആണോ നോക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അതൊക്കെ. പിന്നെ രണ്ടാമത്തേൽ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഇവിടെ ഓറിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം. രണ്ടാമതിൽ ഏതെങ്കിലും ഒന്ന് മതി, ഒന്നെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റത്തെ മതി, അല്ലെങ്കിൽ ഇത് മതി, അല്ലെങ്കിൽ ഇത് മതി, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് CTET നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ വിത്ത് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും നിർബന്ധമാണ് കേട്ടോ, RCI. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. അടുത്ത മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക് ടീച്ചർ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് BA ഡിഗ്രി വിത്ത് മ്യൂസിക്സ് വൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് ജസ്റ്റ് BA ഡിഗ്രി കഴിഞ്ഞിരിക്കുക, അതോടൊപ്പം തന്നെ മ്യൂസിക് നമ്മൾ അതിലൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കാനുള്ള കണ്ടീഷനാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹയർ സെക്കൻഡറി ആണെങ്കിൽ പ്ലസ് അഡീഷണൽ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണം കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന 8 വരെ ഉണ്ട്, 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ++2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനൊന്നും എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. 32 വയസ്സിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ ആണ്, ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ആണ്. 50 വേക്കൻസി ഇതിലുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ BE ഓർ BTech ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. എന്നാൽ നിങ്ങൾക്ക് ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ മെക്കാനിക്കലിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ, ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ പ്ലാനിങ് എക്സിക്യൂഷനൊക്കെ ബന്ധപ്പെട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 30 വയസ്സ് വരെ മാക്സിമം ഏജ് ലിമിറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അടുത്തത് ഇൻസ്പെക്ടിംഗ് ഓഫീസർ ആണെങ്കിൽ ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അതിൻ്റെ കൂടെ ഡിഗ്രി ഇൻ ലേബർ ലോ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് കേട്ടോ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഡിഗ്രിക്ക് പുറമെ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ലേബർ ലോ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, ഡിഗ്രി ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 18-30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അടുത്ത സീനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് സയൻസ് ഗ്രാജുവേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. +2 ഇയർ എക്സ്പീരിയൻസ് ലബോറട്ടറി വർക്കുമായി ബന്ധപ്പെട്ട്, അത് വിത്ത് എയർ ഓർ വാട്ടർ പൊല്യൂഷൻ റിലേറ്റഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള 2 വർഷത്തെ ലബോറട്ടറി വർക്ക് എക്സ്പീരിയൻസും വേണം കേട്ടോ. അത് നിങ്ങൾക്ക് സയൻസ് ഗ്രാജുവേറ്റ് ആയിട്ട് ഇരിക്കുക. സയൻസ് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ എന്ത് വേണം, ലബോറട്ടറി എക്സ്പീരിയൻസ് വേണം കേട്ടോ. വർക്ക് എക്സ്പീരിയൻസ് 2 വർഷത്തെ വേണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 18-27 ഏജ് ലിമിറ്റ്. ദെൻ അക്കൗണ്ടൻ്റ് ആണ്. അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൂടെ കാണാം, BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 3 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ ഈ അക്കൗണ്ടന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഈ 18-27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ ആണ് അടുത്ത പോസ്റ്റ്. ഓക്കെ, ഇതിലേക്ക് 10ാം ക്ലാസ് വിത്ത് സയൻസ് സബ്ജക്റ്റ്. നമ്മൾ 10ാം ക്ലാസ്സിൽ സയൻസ് പഠിക്കുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല. 10ാം ക്ലാസ് SSLC പാസ്സായിരിക്കും. അറ്റ്ലീസ്റ്റ് 3 ഇയർ എക്സ്പീരിയൻസ് വേണം. സ്റ്റോർ കീപ്പിങ്ങുമായി ബന്ധപ്പെട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. 18-27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അടുത്തത് വർക്ക് അസിസ്റ്റന്റ് ആണ്. വർക്ക് അസിസ്റ്റന്റിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതിനാണ്. അതോടൊപ്പം തന്നെ ഡ്രോയിങ്ങോ അതുപോലെ മാത്തമാറ്റിക്സും നമ്മൾ 10th ലെവലിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കണം. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഡ്രോയിങ് ഒക്കെ സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രോയിങ്ങും അതുപോലെ തന്നെ ഈ പറയുന്ന 10ാം ക്ലാസ്സിൽ നമ്മൾ മാത്തമാറ്റിക്സ് നമുക്ക് ഉണ്ട്. ഡ്രോയിങ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ NTC അല്ലെങ്കിൽ NIC സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ഈ പറയുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രേഡ് ഏതൊക്കെയാണെന്നുള്ളത് കാർപ്പൻറ്റർ, മേസന്, ബ്ലാക്ക് സ്മിത്ത്, പ്ലംബർ, പെയിൻറ്റർ, നിങ്ങൾക്കൂടെ കാണാം മെയ്റ്റ്, സിവിൽ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ITI കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഈ ഒന്നെങ്കിൽ 10ാം ക്ലാസ്, ഈ പറയുന്ന 10ാം ക്ലാസ്സും പ്ലസ് ഈ പറയുന്ന NTC അല്ലെങ്കിൽ NIC വേണം കേട്ടോ. 10ാം ക്ലാസ് മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ NTCയോ അതല്ലെങ്കിൽ NICയോ നിങ്ങൾക്ക് നിർബന്ധമാണ് കേട്ടോ. ഈ പറയുന്ന ട്രേഡാണ് NTC NIC വേണ്ടത്. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. UDC അക്കൗണ്ട്സ് ഓർ ഓഡിറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട. 18-27 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഹിന്ദിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള PG കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ BA ഗ്രാജുവേഷൻ ലെവലിൽ നമ്മൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നിർബന്ധമില്ല, മാൻഡറ്ററി അല്ല. ഇനി അടുത്തത് അതല്ലെങ്കിൽ BA നിങ്ങളെന്താണ് ഇംഗ്ലീഷ് ഹിന്ദി, ഓക്കെ, ഈ പറയുന്ന 2 സബ്ജക്റ്റ് നമ്മൾ BA ലെവലിൽ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതായത് ഇംഗ്ലീഷ് മെയിൻ സബ്ജക്റ്റായിട്ടും ഹിന്ദി ഒരു ഇലക്റ്റീവ് ആയിട്ട് അങ്ങനെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. 3 ഇയർ എക്സ്പീരിയൻസ് വേണം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഹിന്ദി ടു ഇംഗ്ലീഷും ഇംഗ്ലീഷ് ടു ഹിന്ദിയിലേക്കും. അപ്പോൾ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടോ BA ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 18-27 ഏജ് ലിമിറ്റ്. അടുത്ത ഫാർമസിസ്റ്റ് ആണ്, യുനാനി. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഡിപ്ലോമ ഇൻ യുനാനി ഫാർമസി, ഈ ഡിപ്ലോമ ഉണ്ടായിരിക്കണം.
2 വർഷം ഡ്യൂറേഷനുള്ള മിനിമം 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ആയിരിക്കണം കേട്ടോ. 18-27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ഇത്രയും പറഞ്ഞു, ഒരൊറ്റ സ്ട്രെച്ചിൽ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക കേട്ടോ. ഇനി ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ കാണിക്കുക. നമ്മൾ ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്, ചെറിയൊരു എമൗണ്ട് ആണ് വരുന്നത്, 100 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇതാ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് യാതൊരു വിധ ഫീസും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഡൽഹി അല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്, ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഫീസും ഇല്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള OBC അതുപോലെ തന്നെ ജനറൽ EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 100 രൂപ ഫീ ഉണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി SC/ST കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും ഒന്നും യാതൊരു ഫീസും വേണ്ട, എക്സ്-സർവീസ്മെൻ ഒന്നും. ഇനി എക്സാമിനേഷൻ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കീമിനെ കുറിച്ച് നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. കാരണം ഇതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ വീഡിയോയുടെ ലെങ്ത് അങ്ങ് കൂടി പോട്ടോ. അപ്പോൾ ഇതിൽ ചില എക്സാമിന് നിങ്ങൾക്ക് ഇവിടെ കാണാം 1 tier എക്സാമിനേഷനാണ്, ഒരൊറ്റ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക ചില പോസ്റ്റിന്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പോസ്റ്റ് കോഡ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം. പോസ്റ്റ് കോഡ് നോക്കി ഏതൊക്കെ പോസ്റ്റ് നെയിം നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഏതൊക്കെ ടോപ്പിക്കാണ് അത് കവർ ചെയ്യുന്നത്, എത്ര മാർക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് നമ്മൾ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യും. അതായത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതായത് കമൻ്റ് ഒക്കെ ചെയ്താൽ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് കിടക്കും. നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പറയുക, ഒരു കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുള്ളൂ. ചില പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകൾക്ക് മാത്രം വേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് കാണുള്ളൂ. മറ്റുള്ളവർക്ക് അതെന്താണ് അതൊരു പ്രശ്നമായിട്ട് തരില്ല. നമ്മൾ മറ്റു ടോപ്പിക്കൊക്കെ ഇടുമ്പോൾ മറ്റുള്ളവർക്ക് എന്തുണ്ടായിരിക്കും, അതിൻ്റേതായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് വീഡിയോ ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു 1 tier രീതിയിൽ നടക്കുന്നുണ്ട്. ചിലതിന് നിങ്ങൾക്ക് ഇവിടെ കാണാം, ജസ്റ്റ് ഞാൻ താഴോട്ട് നിൽക്കാം. ഓക്കെ, ഇതൊക്കെ 1 tier ആണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് 2 tier എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് Tier 1 എക്സാമിനേഷൻ ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ടോപ്പിക് ഏരിയാസ് കാണാം. Tier 2 എക്സാമിനേഷൻ ഉണ്ടാവും, അതിൻ്റെ ടോപ്പിക് ഏരിയ കാണാം. ഓക്കെ, അപ്പോൾ അതിന് എത്ര മാർക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഡൗൺലോഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും, തെറ്റായി രേഖപ്പെടുത്തിയാൽ 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. പിന്നെ ചില പോസ്റ്റിലേക്കൊക്കെ സ്കിൽ ടെസ്റ്റ്, ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രൈവിംഗ് ടെസ്റ്റ്, അങ്ങനെയുള്ള ചില പോസ്റ്റിലേക്കൊക്കെ ഉണ്ടാവും. എല്ലാ പോസ്റ്റിലേക്കും അല്ല, അങ്ങനെ ആവശ്യമുള്ള പോസ്റ്റിലേക്ക് അങ്ങനെയുള്ള ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് കൊടുത്തുന്നുള്ളൂ. ട്രൈ ടെസ്റ്റ് ആവശ്യമുള്ള പോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ടെസ്റ്റും എക്സ്ട്രാ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ OBC കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ OBC എന്ന് വെച്ചിട്ട് നമ്മൾ അവകാശപ്പെട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, നമ്മൾ എലിജിബിൾ അല്ല. അങ്ങനെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ്, അതായത് ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളല്ലാതെ അതർ ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാണാം. ഈ പറയുന്ന OBC ഔട്ട്സൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ആണ് നമ്മൾ പരിഗണിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അൺറിസർവ്ഡ്, അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള OBC കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, ജനറൽ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് OBC സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, നമ്മൾ OBC എന്ത് ചെയ്യേണ്ട, ജസ്റ്റ് അവിടെ OBC എന്നുള്ളത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ OBC കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോകും, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് SC/ST എന്നുള്ളത് കൊടുക്കാം. സെൻട്രൽ ഗവൺമെൻറ് വേണ്ടി തയ്യാറാക്കി കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, റെഡിയാക്കി വെക്കണം കേട്ടോ. SC/STക്ക് പ്രശ്നമില്ല. ഓക്കെ, ഇനി ഏജ് റിലാക്സേഷൻ ആണ്. ഏജ് റിലാക്സേഷൻ നമുക്ക് ഇപ്പോൾ OBC കാൻഡിഡേറ്റ്സിന് കിട്ടില്ല. കേരളത്തിലുള്ള OBC കാൻഡിഡേറ്റ്സിന് എന്താണ്, ഒരു ഏജ് റിലാക്സേഷനോ റിസർവേഷനോ ഒന്നും ലഭിക്കില്ല കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള SC/ST PWD അങ്ങനെയുള്ളവർക്കൊക്കെ നിശ്ചയമായ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ടുള്ള കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ആയിരിക്കണം, ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഡൽഹിയിൽ വെച്ചായിരിക്കും എന്നുള്ളതാണ്. മേ ബി എന്താണ് അത് സ്റ്റേറ്റിൽ നടത്താനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമ്പർ ഓഫ് ആപ്ലിക്കേഷനൊക്കെ അനുസരിച്ച് അതിലൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോയിട്ട് എക്സാം എഴുതാന്നുള്ള ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ DSSB റിക്രൂട്ട്മെൻ്റ് ആയിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്നില്ല. താഴെ സ്ക്രോൾ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ഷോർട്ടായിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ കൂടെ ഷോർട്ടായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ഇവിടെ ഷോർട്ടായിട്ട് കൊടുത്ത് ചെക്ക് ചെയ്യാം. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക, അതിൻ്റെ ഏജും മറ്റു പോസ്റ്റും വേക്കൻസിയും കൊടുക്കുന്നത്. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക.
നേരെ നമ്മളിതാ DSSB നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് പറഞ്ഞിട്ട് ഇവിടെ കാണാം, ഗവൺമെൻറ് ഓഫ് NCT ഓഫ് ഡൽഹി എന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇവിടെ കറണ്ട് വാക്കൻസീസ് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുന്നതും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ ക്ലിക്ക് ടു സൈനിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായി വരുന്നവരാണെങ്കിൽ ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫില്ല് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ആവശ്യക്കാർ കൂടുതൽ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി അതല്ല നമുക്ക് ഈ പറയുന്ന നിങ്ങൾ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ യൂട്യൂബിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാത്രം വ്യൂ ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരാം. കാരണം ആർക്കാണോ വേണ്ട അതിനനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത്രയാണ്. അതെല്ലാം കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ എല്ലാവർക്കും വ്യൂ ചെയ്യുന്ന രീതിയിൽ തന്നെ വീഡിയോ ചെയ്യാം, കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്